ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്ത് വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. 18-ാം സങ്കീർത്തനം 1-ാം വാക്യം ഈ രാവിലെ ചിന്തയ്ക്കായി വായിക്കുന്നു. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയരെ, 18-ാം സങ്കീർത്തനത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട അനേകം വാക്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ സങ്കീർത്തനത്തിൻ്റെ ആമുഖമായിട്ട് ഒന്നാമതായിട്ട് നിറഞ്ഞ ഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഒരുപാട് നന്മകൾ പ്രാപിച്ച, ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഓർത്താൽ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തെ ഭയപ്പെട്ടവരുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചവരുണ്ട്, ദൈവത്തെ ആരാധിച്ചവരൊക്കെ തിരുവചനത്തിനകത്തുണ്ട്. എന്നാൽ വ്യത്യസ്തമായൊരു പദമാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. പ്രിയരെ, ഇന്ന് പകലൊരു തീരുമാനത്തിലേക്ക് വരാമോ? ശിഷ്ടയായുസ് ദൈവത്തെ സ്നേഹിക്കേണ്ടതിന്, ദൈവത്തെ ശരിക്കും സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തെ നിശ്ചയമായും നമ്മൾ അറിയണം, മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഈ 18-ാം സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും ആഴമായ ദൈവിക ഇടപെടലുകളും വിടുതലുകളും അനുഭവിച്ചറിഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്ന നന്ദിയുടെ വരികളാണ്. അതുകൊണ്ടാണ് 1-ാം വാക്യത്തിനകത്ത് പറയുന്നത്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. എന്തുകൊണ്ടാ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുവാൻ കാരണം? 4-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിലനിൽക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി മരണത്തെ മുഖാമുഖമായി കാണുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. 5-ാം വാക്യത്തിനകത്ത് പറയുന്നത്, പാതാളവാസങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. ആമേൻ. എന്ന് പറഞ്ഞാൽ മരിക്കുമെന്നുറപ്പായ അനുഭവങ്ങൾ, ഇനി ജീവിതമില്ല എന്ന് സാഹചര്യം പറഞ്ഞ സമയങ്ങൾ. 6-ാം വാക്യം പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഒരു കൂട്ടം കാര്യങ്ങൾ 6-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തോട് കരഞ്ഞു. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഈ പ്രാർത്ഥന കേട്ടില്ല എന്നല്ല, തൻ്റെ മന്ദിരത്തിൽ എൻ്റെ അപേക്ഷ കേട്ടു. ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ഇന്ന് പ്രഭാതത്തിൽ ഒരുപാട് വേദനകളിലൂടെ, ഒരുപാട് ദുഃഖങ്ങളിലൂടെ, പ്രതിസന്ധികൾക്കകത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തിരിച്ചറിയാതെ പോകരുത്. ഏത് കഷ്ടത്തിൽ നിന്നും, ഏത് നഷ്ടങ്ങളിൽ നിന്നും, എത്ര വലിയ
പ്രതികൂലങ്ങളിൽ നിന്നും കരകയറ്റുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറിയപ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാൻ കഴിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വിടുതലുകൾ പ്രാപിച്ചവരെ, ദൈവിക നന്മകൾ അനുഭവിച്ചവരെ, ദൈവിക കരുതലുകൾ ഇന്നലകളിൽ ജീവിതത്തിൽ കണ്ടവരെ, ദൈവത്തെ സ്നേഹിക്കേണ്ടതിന്, ദൈവത്തെ സേവിക്കേണ്ടതിന് ഈ രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾക്കറിയാമോ, 16 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിലവിളിച്ച ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ച വിടുതലുകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. മരണത്തിന്റെ വെള്ളം ജീവിതത്തിന് നേരെ അടിച്ചു കയറുന്ന അനുഭവമാണോ? രക്ഷിക്കുവാൻ ആരുമില്ലാതെ ഈ പ്രഭാതത്തിൽ വ്യാകുലപ്പെടുകയാണോ? 17-ാം വാക്യം പറയുന്നു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. പ്രിയരെ, വലിയ പ്രതികൂലങ്ങളെയും വലിയ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം നമുക്കൊരു തണലായി വെളിപ്പെടട്ടെ. ആമേൻ. ആ വാക്യം പറയുന്നു, എൻ്റെ അനർത്ഥത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ഈ രാവിലെ ആരെല്ലാം എതിരായാലും ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ തുണയായി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം. 19-ാം വാക്യം, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഈ ദിവസങ്ങളിൽ ഒരു വിശാലതയെ, ഒരു വിടുതലിനെ ദൈവം നമുക്ക് നൽകി തരട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ദൈവിക വിടുതലുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് രാവിലെ ഒരു തീരുമാനമെടുക്കാമോ? എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പാടിയവരും ആരാധിച്ചവരും പ്രസംഗിച്ചവരും പറഞ്ഞവരും ഒക്കെയുണ്ട്. എന്നാൽ അതിനേക്കാളും വിലയേറിയ ആത്മിക അനുഭവമാണ് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്. പറയുക മാത്രമല്ല, അങ്ങനെ ജീവിക്കുവാൻ കഴിയുന്ന ആത്മിക അനുഭവത്തിലേക്ക് കടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വലിയ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യണമേ. ഇത് നന്മ നിറഞ്ഞൊരു പ്രഭാതമായി തീരട്ടെ. സ്വർഗം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.